ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വെറൈറ്റി റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതൊരു ബിരിയാണി പീസ് ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിനാണ് പെരിഞ്ജീരകം ഒരു 4 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരച്ചെടുക്കണ്ട, ചതച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ആയാൽ മതി, ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട. ഇനി വേറൊരു ബൗൾ എടുക്കുക, ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു മുട്ട മതി നമുക്ക് ഈ മസാല തയ്യാറാക്കാനായിട്ട്. ഇനി ഈ മുട്ടയൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് വേണ്ടി നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത്, ചതച്ച മുളകാണ്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. ഞാനൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ മുട്ടയിൽ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ മൊത്തം ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഈ മസാല ഈ ചിക്കനിലേക്ക് പുരട്ടി പിടിപ്പിക്കണം. നന്നായിട്ട് അങ്ങോട്ട് പുരട്ടണം എല്ലാ പീസിലും. അപ്പം മസാലയ്ക്ക് അടിയിലാണ്, അതൊക്കെ മുകളിലേക്കാക്കി നന്നായിട്ട് പുരട്ടാൻ നോക്കണം. അപ്പോൾ കളർ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വേറെ ചേർത്തിട്ടൊന്നുമില്ല, കാശ്മീരി മുളക് പൊടി മാത്രമാണ് കളറിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ക്രഷ്ഡ് ചില്ലി ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഈ മസാല ചിക്കനിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരൊഴിക്കണം. അപ്പോൾ അതൊരു ലെമൻ്റെ പകുതി ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊരു 6-7 മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാനിതൊരു 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ചിക്കൻ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു പാത്രം വെച്ചു. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 മണിക്കൂറേ ഇത് വെച്ചുള്ളൂ. അപ്പോൾ കുറച്ച് അധികം സമയം വെക്കുന്നത് അത്രയും നല്ലതാണ്. നമുക്ക് ഓരോ കഷ്ണം എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫുള്ള് ഫ്രൈ ചെയ്യുന്നില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അങ്ങ് ആദ്യം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് ലെമൺ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ടില്ലാത്തവർ കാണണം, ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കോരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മസാലയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. അപ്പം എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.